PM സുരേഷ് ബാബു, താങ്കൾക്ക് കൂടുതൽ നേരിട്ട് അടുത്തു നിന്ന് അറിയാവുന്നയാളാണല്ലോ എന്തൊക്കെയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന്. അതിന്റെ ഒരു തനിയാവർത്തനമാണോ ഇപ്പോൾ താങ്കൾ ഇല്ലാത്ത കോൺഗ്രസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത്? സുധാകരനെ വെട്ടുന്നതിന് വേണ്ടിയുള്ള കരുതി കൂട്ടിയുള്ള നീക്കം നടന്നു, അതിനെ തടയിടാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു. ഇതല്ലേ നടന്നത്? ശ്രീകുമാർ ഇവിടെ സൂചിപ്പിച്ച പല കാര്യങ്ങളോടും ചേർന്ന് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കോൺഗ്രസിന്റെ അകത്ത് സത്യത്തിൽ ഇത് എടുക്കേണ്ടിയിരുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആകും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. ആകണം എന്ന് ശ്രീ സുധാകരന് താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം താരതമ്യേന ആരും അംഗീകരിക്കാൻ ഇടയില്ലാത്ത ഒരാളുടെ പേര് ആ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു. അത് സ്വാഭാവികമായും അത് അംഗീകരിക്കില്ല, താങ്കൾ തന്നെ മത്സരിക്കണം എന്ന് പറയാൻ സാധ്യതയുണ്ടാക്കി. അങ്ങനെ അദ്ദേഹം തന്നെ മത്സരിച്ചു. ആ മത്സരിക്കുന്ന സമയത്ത് PCC പ്രസിഡന്റ് സ്ഥാനം കൊണ്ടു നടക്കുക പ്രായോഗികമല്ല. അങ്ങനെ പ്രായോഗികമല്ലാത്ത സാഹചര്യത്തിൽ അത് കൈമാറുന്നത് സാങ്കേതികമായി മുതിർന്ന നേതാവും സീനിയർ വൈസ് പ്രസിഡന്റുമായ ശ്രീമാൻ MM ഹസന്റെ കയ്യിലേക്കാണ്. ആ ഹസന്റെ കയ്യിലേക്ക് അത് വന്നപ്പോൾ അതിന് ഒരു ചെറിയ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള വസ്തുത നമുക്കറിയാം. പക്ഷേ ഹസൻ പ്രതീക്ഷിച്ചത് നേരത്തെ ശ്രീമാൻ VM സുധീരൻ പ്രസിഡന്റായിരുന്നപ്പോൾ ആകസ്മികമായ അദ്ദേഹത്തിന്റെ രാജിയുണ്ടായി. ആ രാജിക്ക് ശേഷം പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തുന്നതിന് 8-10 മാസക്കാലം 10-11 മാസക്കാലം ഹൈക്കമാൻഡിന് താമസമുണ്ടായി. അങ്ങനെ ആ കാലഘട്ടത്തിൽ ശ്രീ ഹസൻ പ്രസിഡന്റായി തുടർന്നു. അതേ ആവർത്തനം ഇതിവിടെ ഉണ്ടാകും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു കാണണം, അല്ലെ അദ്ദേഹം അതിനുവേണ്ടിയുള്ള കരുനീക്കങ്ങൾ നടത്തിയും കാണണം. സ്വാഭാവികമായും ബഹുമാനപ്പെട്ട ശ്രീ TO ബാവ സാഹിബ് കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായതിനു ശേഷം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു പ്രസിഡന്റിനെ നിർദ്ദേശിക്കുവാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിരുന്നില്ല. ആ സ്ഥാനത്ത് ശ്രീമാൻ MM ഹസൻ വന്നപ്പോൾ അദ്ദേഹത്തിന് തുടർച്ചയായ ഒരു പദവി ലഭ്യമാകും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷയുടെ ഫലമായി അദ്ദേഹം അതിനുള്ള കരുക്കളും നീക്കി. പക്ഷേ ശ്രീ K സുധാകരൻ, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഞാൻ പറയുമ്പോൾ എന്നോട് പരിഭവമൊന്നും തോന്നരുത്. അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിച്ച കണ്ണൂർ പാർലമെന്റ് സീറ്റിൽ ഒരു വിജയസാധ്യത അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരവസരത്തിൽ ഇത് കഴിയും വേഗം തിരിച്ചെടുത്തില്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം വെട്ടിമാറ്റപ്പെടുമെന്ന ഭയം കൊണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തി. ഇന്ന് ചാർജ് എടുത്ത സത്യമാണോ വസ്തുത എനിക്ക് കൃത്യമായി അറിയില്ല. ശ്രീമാൻ ഹസനും പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും ഈ ചുമതലയേൽക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല എന്ന ഒരു വാർത്ത എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഉണ്ടെങ്കിൽ അത് ഒരു തരം അസ്വസ്ഥതയുടെ ഭാഗമാണ്. അത് കാണിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇപ്പോഴും ഈ ദുരവസ്ഥയുള്ള കാലഘട്ടത്തിൽ പോലും അവർക്കൊരുമിച്ച് നിൽക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി വരുമ്പോൾ ഇത്തരം അപസ്വരങ്ങൾ ഓരോ സംസ്ഥാനങ്ങളിലകത്തും ഉരുത്തിരിഞ്ഞു വരുന്നത് ആ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കും എന്ന് പോലും ചിന്തിക്കുവാൻ പ്രതിപക്ഷ നേതാവിനോ ശ്രീ KPC പ്രസിഡന്റായി ഇപ്പോൾ ചുമതലയേറ്റിട്ടുള്ള സുധാകരനോ അതിനിടവേളയിൽ നിന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീമാൻ MM ഹസനോ തോന്നിയില്ല എന്നുള്ളത് കാലം രാജ്യം ആവശ്യപ്പെടുന്ന രാഷ്ട്രീയ ദൌത്യം ഏറ്റെടുക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോഴും പ്രാപ്തമായി രംഗത്ത് നിൽക്കുന്നില്ല എന്ന ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സന്ദേശമാണ് ജനങ്ങളുടെ മുമ്പിൽ ഇന്ന് ഇന്ദിരാഭവനിലെ നടപടിക്രമങ്ങളിലൂടെ നാടകങ്ങളിലൂടെ നമുക്ക് വീക്ഷിക്കാൻ കഴിയുന്നത്. ശരി, ശ്രീ PM സുരേഷ് ബാബു. ശ്രീ